ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്, +40. ഭയങ്കരമായ ചൂടാണ് ഇപ്പം. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പകൽ ക്യാമ്പ് ചെയ്യുന്നു. പകൽ ക്യാമ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ, നല്ല തണുക്കത്തക്ക രീതിയിൽ, നല്ല രീതിയിൽ അങ്ങ് കുളിക്കുന്നു. അതിനുശേഷം കപ്പ ഞാൻ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കപ്പ ഒലത്തിയത്, അതും കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്ന് ഒരു ജസ്റ്റ് ഡേ ക്യാമ്പിംഗ് ആണ്. നല്ല അടിപൊളി, നല്ല തെളിഞ്ഞ, നല്ല കണ്ണീര് പോലെയുള്ള വെള്ളം. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും എത്തിപ്പെടാത്ത സ്ഥലമാണ്. നമുക്ക് ആ ഭാഗത്തോട്ടിരിക്കാം. അവിടെ നല്ല തണലുണ്ട്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇരിക്കാനേ വയ്യ, വേർത്തൊലിക്കുക. 40 ഡിഗ്രി ഉണ്ടെന്ന് തോന്നുന്നു ചൂട്. നമുക്കെന്തായാലും ഇന്നൊരു ഡേ ക്യാമ്പ് അടിക്കാം. കുളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്, നല്ല ശുദ്ധമായ വെള്ളം, പിന്നെ വേറെ ആരുടെയും ശല്യമില്ല. അപ്പോഴിന്ന് നമ്മൾക്ക് ഉച്ചയ്ക്കത്തുള്ള ആഹാരം, ഇപ്പോൾ 12:30 ആയിട്ടുണ്ട് സമയം, ഉച്ചയ്ക്കത്തുള്ള ആഹാരം ഉണ്ടാക്കി കഴിച്ച് അതിനുശേഷം നമുക്ക് കുളിക്കാം. പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ 2-3 പ്രാവശ്യം കുളിച്ചിട്ട് പോവാം. നല്ല ചൂടാണ്. അപ്പോൾ ഈ പുറയിൽ ആ ഭാഗത്തോട്ട് കുറച്ച് നല്ല തണലുള്ള സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കുക്കിംഗ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി നോക്കാം. ഈ ഭാഗത്ത് കുറച്ച് നിരപ്പുണ്ട്. നമ്മൾക്ക് ഇവിടെ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ ഓൾറെഡി ആൾക്കാരൊക്കെ വന്ന് കുക്ക് ചെയ്യുന്നതാണ്. വലിയ അടുപ്പാണ് ഈ കാണുന്നത്. ഇവിടെ കുറച്ച് വെള്ളം കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നിറയെ പായൽ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾക്കെന്തായാലും ആ ഭാഗത്തോട്ട് പോയിട്ട് നമ്മളുടെ കപ്പയൊക്കെ പീസാക്കി ക്ലീൻ ചെയ്തുകൊണ്ട് വരാം. കപ്പ നല്ല അടിപൊളി കപ്പയാണ്. നല്ല കറുപ്പൊന്നും കയറിയിട്ടില്ല. നല്ല പുതിയ കപ്പയാണ്. കുറച്ചും കൂടി എടുക്കാം. ചില സമയങ്ങളിൽ ഇതിൻ്റെ ഇഗ്നിഷൻ വർക്കാകത്തില്ല. നമുക്ക് വേറൊരു വീഡിയോയിൽ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് കപ്പ ഇടുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കുറച്ചും കൂടി കപ്പ പെട്ടെന്ന് വേകാൻ വേണ്ടി നല്ലത്. വെള്ളം ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി, സവാള, ഒരു പച്ചമുളക്, കറിവേപ്പില, ഇത്രയും വേണ്ടുള്ളൂ. നമുക്കൊന്ന് കപ്പ ഒലത്തി കഴിക്കാം. വെള്ളം ഒരുവിധം ചൂടായിട്ടുണ്ട്. നമ്മുടെ കപ്പ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കൈതയിൽ ചക്കയുണ്ട്. 1, 2, 3, 4 എല്ലാ തലയ്ക്കും ഉണ്ട്. ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്തായാലും പഴുക്കുമ്പം കഴിക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കപ്പ വേകാനുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മുടെ കപ്പ അവിടെ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് താമസമുണ്ട് കപ്പ വേകാൻ വേണ്ടി. അപ്പോൾ ഇതൊരു തോട് ഇങ്ങനെ വരുന്നു, ഇത് വേറെ ഒരെണ്ണം വരുന്നു. ഇത് രണ്ടും കൂടി ജോയിൻ ആയിട്ട് താഴോട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്.
ഇത് മോശം വെള്ളമൊന്നുമല്ല, നല്ല വെള്ളമാണ്. ആള് ഇറങ്ങി അങ്ങനെ കുളിയില്ലാത്ത കാരണമാണ് മൊത്തത്തിൽ പായൽ പിടിച്ച് കിടക്കുന്നത്. നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലത്ത് നല്ല അടിപൊളി സ്ഥലമാണ്, എപ്പോഴും ആൾക്കാർ ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മൾക്ക് എന്തായാലും കപ്പയൊക്കെ വേവിച്ച് റെഡിയാക്കിയതിന് ശേഷം കുളിക്കാനുള്ള പരിപാടി നോക്കാം. കപ്പ റെഡി ആയിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല. അവസാനമായിട്ട് പെപ്പറും. ഇനി കപ്പയിട്ട് അങ്ങ് ഇളക്കിക്കോളുക. ഇനി നമുക്ക് കുളിച്ചിട്ട് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയും ചെയ്യാം, ഒന്ന് ഇളക്കുകയും ചെയ്യാം. നല്ല അടിപൊളി വെള്ളം. വെള്ളത്തിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴേക്കും നല്ല ചൂടാണ്. എന്തായാലും കുറച്ചുകൂടെ സമയം നമുക്ക് വെള്ളത്തിൽ കളിച്ചിട്ട് കഴിക്കാനുള്ള പരിപാടി നോക്കാം. നമ്മുടെ കപ്പയ്ക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഉപ്പ് ഇങ്ങനെ രണ്ടാമത് ഇടുന്നതായിരിക്കും ടേസ്റ്റ്. ഓരോ പീസേക്കടെ ഇങ്ങനെ ഉപ്പ് പറ്റിയിരിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ല രസമാണ്. കുറച്ച് നാരങ്ങ അച്ചാർ, നല്ല പുളിയൻ അച്ചാറാണ്. ശരിക്കും അച്ചാർ വേണ്ട. കപ്പ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്തു. പഴകാത്ത കപ്പയായിരുന്നു, നല്ല ഫ്രഷ് കപ്പയാണ്. നമ്മുടെ തുണിയൊക്കെ ഉണങ്ങാനിട്ടേക്കുവാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോയേക്കാം. നല്ല മഴക്കാർ കാണുന്നുണ്ട്. ഒരു പട്ടി നമ്മളെ നോക്കി കലിപ്പാക്കുന്നുണ്ടല്ലോ. നല്ല മഴക്കാർ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും സ്ഥലം കാലിയേക്കാം. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പോകാൻ നോക്കാം. അപ്പോഴിന്ന് ചൂട് കാരണം നമ്മൾ നല്ല വെള്ളത്തിൽ കുളിച്ചു, അതേപോലെ തന്നെ കപ്പ ഉണ്ടാക്കി കഴിച്ചു, കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അതേപോലെ ചൂട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, വേർത്തൊഴുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.